പനക്കല മണ്ണ് വിക്ക്. അമ്മ ഇത് എന്തുദ്ദേശിച്ചിട്ടാ? ഒരു ഉദ്ദേശേ ഉള്ളൂ. എവിടെ പോയിട്ടാണെങ്കിലും നീ ഒന്ന് ഗുണം പിടിക്കണം. അതിനുവേണ്ടി ഈ സ്ഥലം മുഴുവൻ വിൽക്കാനും ഞാൻ തയ്യാറാ. ഒന്നും വിൽക്കണ്ട ചേച്ചി. ഒരാവശ്യം വന്നപ്പോ സുമിത്രേച്ചി ഇങ്ങനൊരു തീരുമാനം പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. പക്ഷേ സന്തോഷം കൊണ്ട് ദുബായിക്ക് പോകാൻ പറ്റത്തൊന്നുമില്ല. പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. വിസ ശരിയാക്കാനും വിമാനക്കൂലിയും എല്ലാമായി എത്ര രൂപയാണെന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അതിനുള്ള പണം സോമേട്ടന് ഞാനും തരാം. ഒരുപാട് കാശാവും. ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ മനുഷ്യന് ബുദ്ധിമുട്ട്? പക്ഷേ ഒരു പക്ഷേയില്ല ചേച്ചി. ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെയും കൊച്ചിന്റെ ജീവിത പ്രശ്നമല്ലേ? അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കും ഉണ്ട്. മനീഷേട്ടൻ എന്താ ഒന്നും പറയാത്ത? എന്ത് പറയാനാ, അല്പം വൈകിപ്പോയി, അത്ര തന്നെ. വൈകുന്നു എന്താടാ? ലൈലയുടെ അമ്മ തീരുമാനം എടുക്കാൻ അല്പം വൈകിപ്പോയിന്ന്. എന്താ മനീഷേട്ടാ ഇത്? എടി ദുബായിലൊക്കെ പോവായിരുന്നു, പക്ഷെ ഞാൻ മറ്റൊരു ജോലിക്ക് ചെല്ലാന്നേ വാക്ക് കൊടുത്തു പോയി. ദേ, കൊടുത്ത വാക്ക് മാറ്റുന്നത് അന്തസ്സാണോ? നീ എവിടെ ജോലിക്കല്ലാന്നോ വാക്കു പറഞ്ഞത്? എവിടാന്നോ? TV സീരിയൽ. എവിടെ? നേരത്തെ പറഞ്ഞാണ് ഞാൻ. ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ എനിക്ക് വിളി വന്നു. ഓ, അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് പോണം. ശനിയാഴ്ച അഡ്വാൻസ് കിട്ടും. മിക്കവാറും ഒന്ന് വൈകിട്ട് ഞാൻ വണ്ടി കയറും. എന്നേക്കുമായി ജീവിതം നന്നാവാനുള്ള വഴിയാ ഞാൻ പറഞ്ഞത്. ദേ, അതിലും നല്ല ജീവിതം നാട്ടിൽ കിട്ടുന്നത് മോശമാണല്ലോ എല്ലടമേ. ദേ, ദുബായ് എന്നൊക്കെ പറയാൻ കൊള്ളാം, മരുഭൂമിയാ, വേറും മരുഭൂമി. അവിടെ പോയി കിടന്ന് കറുത്ത് കരിവാളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സീരിയൽ അഭിനയം എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പണിയാ. വെയിൽ കൊള്ളണ്ട, സിനിമയിലെ പോലെ ഫൈറ്റും ഡാൻസും ഒന്നും ഇല്ല. ദേ, ചുമ്മാ ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് സംഭാഷണം പറഞ്ഞാൽ മതി. ഡെയിലി 2000 രൂപ മുതൽ 15000 രൂപ വരെയാ ഒരു നടന്റെ ശമ്പളം. എനിക്കും 15000 കിട്ടുമേ. അതെ, അഭിനയിക്കാൻ അറിയുന്നവർക്ക്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ദേ, ഞാൻ ബെസ്റ്റ് നടനാമേ. ഞങ്ങളുടെ മുമ്പിലല്ലേ നിന്റെ അഭിനയം, അത് വേറെ എവിടെയും വില പോവില്ല. അത് അമ്മയ്ക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ലൈലയുടെ അമ്മേ, ദേ, സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാ ഭയങ്കര ഗ്ലാമറാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, അതിൽ തീരുമാനമെടുക്കേണ്ടത് മനീഷ. ഈ കുട്ടിക്കളിയും കൊണ്ടിരിക്കാതെ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ നോക്ക്. പേർഷ്യയിൽ ജോലി ശരിയാക്കി തരാം, പോവാനുള്ള പൈസയും തരാം. എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്ക്. ഞാൻ പോകുന്നു. അമ്മ പിണങ്ങി പോവാണോ? ആരോട് പിണങ്ങാൻ? അല്ലെങ്കിൽ പിണങ്ങിയിട്ട് എന്താ കാര്യം? 2 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങി വരും. ചേച്ചി, ഞാൻ പോട്ടെ. ഓ, ഞാൻ സ്റ്റാർ ആവണ പേടിച്ചില്ല, അസൂയ. എന്റെ സ്റ്റാൻഡല്ലേ അമ്മേ ശരി. വെറുതെ അന്യനാട്ടിൽ പോയി കിടക്കാതെ നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കാലോ. അന്തസ്സായിട്ട് ജീവിക്കാനോ? നീയോ? അങ്ങനൊരു പ്രതീക്ഷ എനിക്കില്ല. അല്ല, നിനക്കോടി? അത് ശരി. ആർക്കും എന്റെ കഴിവിലൊരു വിശ്വാസമില്ല, എന്റെ ഭാര്യയ്ക്ക് പോലും. പക്ഷെ എനിക്കുണ്ട്. ഞാൻ സ്റ്റാറാവും. അന്ന് എന്നെ പുച്ഛിച്ചവരൊക്കെ എന്റെ പുറകെ വരും, ഞാൻ വരുത്തും. മനീഷിനോടാ കളി. സൂപ്പർ സ്റ്റാർ മനീഷ്, മനീഷ് അനുരാഗ്. കൊള്ളാം. ലൈലേ, എടി ലൈലേ, എടിയേ.
എന്താ മനീഷേട്ടാ? ആ ചായ അല്ലേ? ഇടുന്നതേ ഉള്ളൂ. ഓ അത്രേ ആശ്വാസമായി. ചായ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ എന്റെ ബ്രഷും പേസ്റ്റും കൊടുത്തേ. ഇപ്പൊ എന്തിനാ? ടൂത്ത് ബ്രഷും പേസ്റ്റും എന്തിനാണെന്നോ? പടം വരച്ച് കളിക്കാൻ. ഡേ നിന്നെ പോലൊന്നും അല്ല. നേരം വെളുത്താലേ പല്ല് തേക്കുക എന്നൊരു പരിപാടി ഉണ്ട് എനിക്ക്. അതിനിപ്പോ നേരം വെളുക്കുന്നൊന്നും അല്ല, ഇരുട്ടി തുടങ്ങുക. എങ്ങനെ? നേരെ സന്ധ്യയാവുകയാണെന്ന്. ഏ പകല് കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. ആര് കുടിച്ചു? എപ്പ കുടിച്ചു? ദേ ഇല്ലാ വചനം പറയലല്ലേ. ഒന്ന് മിണ്ടാതിരിക്കും മനീഷേട്ടാ. എനിക്ക് അപ്പോഴേ മനസ്സിലായതാ. അമ്മമാരുടെ മുൻപിൽ വെച്ചൊന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അമ്മമാരോ? ഓ നിന്റെ മദർ ചന്ദ്രിക കുമാരത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? ഷർട്ടിന്റെ പോക്കറ്റിൽ പൈസ കണ്ടല്ലോ. എവിടുന്നായിരുന്നു? 4000 രൂപയും ചില്ലറയുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഒരു 5000 രൂപയിലും കിട്ടിയെന്നാ. സ്മോൾ അടിച്ചതിന്റെ ബാക്കി രൂപയാ അത്. എവിടുന്ന മനുഷ്യട്ടാ പൈസ? പറയാം, നീ ഞെട്ടരുത്. അഡ്വാൻസാ. എന്തിനുള്ള അഡ്വാൻസ്? സീരിയലിൽ അഭിനയിക്കാനേ. ആ ഒരു സസ്പെൻസ് ആയിക്കോട്ടെന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാ. സീരിയലിലെ പാർട്ടി 5000 രൂപ അഡ്വാൻസ് തന്നു. നമ്മുടെ സമയം തെളിവാടി. അതിനവര് പൈസയും കൊണ്ട് ഇവിടെ വന്നിരുന്നോ? അയച്ചു തന്നു. ആരുടെ പേരിലാ പണം അയച്ചത്? ദേ അതൊക്കെയുണ്ട്. ദേ നീ അമ്മയെ പോലെ അതും ഇതും ചോദിച്ചു വെറുതെ മനസ്സ് മടുപ്പിക്കല്ലേ. അപ്പൊ ദുബായിലെ ജോലിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? എടി അതൊക്കെ തട്ടിപ്പാ. നിന്റെ അമ്മയും അച്ഛനെയും ആരോ പറഞ്ഞു പറ്റിച്ചതാ. ഉദ്ദേശിക്കുന്ന പൈസയിലൊന്നും നിൽക്കുന്ന കാര്യമല്ല അത്. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാൻ അമ്മ വാക്ക് തന്നില്ലേ? എടി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. നിർബന്ധമാണെങ്കിൽ ആ കാശ് എന്നെ ഏൽപ്പിക്കാൻ പറ. ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ഫാം വിഭാവനം ചെയ്ത് കോഴി, താറാവ്, പന്നി, പോത്ത്, ദേ പോരാത്തിന് മത്സ്യകൃഷിയും എല്ലാവരും ഞെട്ടിക്കൊടി. ഞാൻ ഞെട്ടി മതിയായി മനുഷ്യട്ടാ. ഇനിയെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ മനുഷ്യയുടെ ജീവിതത്തെ ഒന്ന് ഗൗരവമായിട്ട് എടുക്ക്. സ്വന്തമായിട്ട് 10 രൂപ എടുക്കാൻ കയ്യിലില്ലാത്തോണ്ടാ ആരും വില കൽപ്പിക്കാത്തത്. ആ ഓ അത് ശരി. അപ്പൊ പണമാണ് ഏറ്റവും വലുത്. നീ ഇത് പറയണം. നിന്നെ ഞാൻ സ്നേഹിച്ചതേ. നിർത്ത് മനുഷ്യട്ടാ. സ്നേഹമൊക്കെ നല്ലതാ, രസമാണ്. പക്ഷെ ജീവിക്കാൻ കാശ് വേണ്ടേ? അതുണ്ടാക്കാത്തവരെ മറ്റുള്ളവർ അവഗണിക്കും. ഒരു സമയമാവുമ്പോ സ്വന്തം വീട്ടുകാർ പോലും തള്ളി പറയും. വീട്ടുകാർ തള്ളി പറയട്ടെ, നീ എന്നെ തള്ളി പറയോ? പറയടി, ലൈല എന്നെ തള്ളി പറയോന്ന്. അതിനുള്ള സാഹചര്യം ഇപ്പൊ ഉണ്ടായില്ലല്ലോ. ആഹാ, അതായത് സാഹചര്യം ഉണ്ടായാ നീ തള്ളി പറയും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ല, പക്ഷെ നീ നിന്റെ മനസ്സിൽ ഉദ്ദേശിച്ചു. അങ്ങനെ തന്നെയാടി, മനസ്സിൽ ഉദ്ദേശിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. മനീഷേട്ടൻ അങ്ങനെ ഇപ്പൊ ഒഴിഞ്ഞു മാറണ്ട. കൊറേ നാളായിട്ട് കാണുന്നതല്ലേ ഞാൻ. എന്റെ അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയോ മനീഷേട്ടന്? ചേട്ടന് ആവശ്യബോധം ഇല്ലാന്ന്, ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുള്ള വാശിയില്ലെന്ന്. സത്യമല്ല അതൊക്കെ? സത്യമാണ്. നിന്റെ അമ്മയും എന്റെ അമ്മയും. പിന്നെ നീയും പറയുന്നത് മാത്രമാണ് സത്യം, ഞാൻ പറയുന്നത് മാത്രം അസത്യം, കള്ളം. എല്ലാം കൊണ്ടും കൊള്ളരുതാത്തവനാണ് മനീഷ്. അങ്ങനെ ആരും പറഞ്ഞില്ല. പറയാതിരിക്കാൻ മനുഷ്യരുടെ മനസ്സ് വെക്കണം. ഇല്ലെങ്കിലോ? മനസ്സ് വച്ചില്ലെങ്കിലോ? എങ്കി എനിക്ക് ചിലത് തീരുമാനിക്കേണ്ടി വരും. നീ എന്നെ വിട്ടുപോകുമല്ലേ? അല്ലേടി? ഇത്തരത്തിൽ തുടരാനാണ് മനീഷയുടെ ഉദ്ദേശമെങ്കിൽ പറയടി, പറ. ബാക്കിയോടെ ഇങ്ങ് പറ. എന്നാലും നിങ്ങൾ വിട്ട് പോവില്ല ഞാൻ. അതിന് കഴിയില്ല. എനിക്ക് ആഗ്രഹിച്ചാലും കഴിയില്ല. നീ അവിടെ ഇരിക്കേ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി സർ. എന്താടോ ഒരു പരിങ്ങല്? ഒന്നുമില്ല സാറേ. മനീഷിന്റെ ഭാര്യയല്ലേ താൻ? അതെ. അതെവിടെ ഇല്ലേ?
എന്താ ഇത്ര ആലോചിക്കാൻ? മനീഷ് ഇവിടെ ഉണ്ടോന്നാ ചോദിച്ചത്. ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എവിടെ? ജോലി അന്വേഷിക്കാൻ. ഓ, പുറത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇന്ത്യക്ക് പുറത്തായിരിക്കും. മനീഷ് ഇവിടെ ഇല്ലെന്നാ മരുമോള് പറയുന്നത്. ശരിയാണോ? ശരി, അയാൾ വന്നോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഏയ്, ഒന്നുമില്ല. ഞാനിതിലെ പോയപ്പോ ജസ്റ്റ് ഒന്ന് കേറിയെന്നേ ഉള്ളൂ. സുമിത്രയോട് ഞാൻ പൈസ വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. കാശ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇയാളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ലല്ലോ ന്യൂസ്. ഞാൻ നിങ്ങളോട് പണം വാങ്ങിയതായി ഒരു ആരോപണമുണ്ട്. അതായത് കൈക്കൂലിയായിട്ട് ഒരു 10,000 രൂപ. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ. പറഞ്ഞവരുണ്ട്. നേരത്തെ ഈ വീട് വാങ്ങിയ ചന്ദ്രൻപിള്ളയുടെ വക ഒരു കേസുണ്ടായിരുന്നു. മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കാം. മനീഷ് അയാളുടെ പ്രമാണം തട്ടിയെടുത്ത് അത് പണയം വെക്കാൻ ബാങ്കിൽ ചെന്നപ്പോ പ്രശ്നമായി. ചന്ദ്രൻപിള്ള സ്റ്റേഷനിൽ വന്ന് പരാതി തന്നു. സുമിത്രയ്ക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതിന്റെ പേരില് എത്ര ദിവസം ഒളിവിലായിരുന്നു മനീഷ്? കുറഞ്ഞത് 6 മാസം ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോട്ടേന്ന് വെച്ചു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ആ കേസിൽ ഞാൻ കൈക്കൂലി വാങ്ങിയെന്ന് നിങ്ങൾ ന്യൂസ് പരത്തി. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ. ചന്ദ്രികയാളുടെ അമ്മയല്ലേ? അവരാണ് പറഞ്ഞെങ്കിലോ? അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യവും കാണും. 10,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് കേസ് ഒത്തീർപ്പാക്കിയെന്ന് അമ്മ പറയുന്നത് കേട്ടു. ആരാ പൈസ വാങ്ങിച്ചെന്ന് അറിയില്ല. ലൈലേ, നമ്മള് കേട്ട കാര്യമല്ലേ അമ്മേ? സത്യമാണെങ്കിൽ പിന്നെ പേടിക്കുന്ന എന്തിനാ? ഇനി അതല്ല കള്ളമാണെങ്കിൽ സാർ അന്വേഷിക്കട്ടെ. മരുമോള് കൊള്ളാലോ. മനീഷിന് പറ്റിയ ജോഡി. ലോകപരിചയം കുറവായതുകൊണ്ട് അവൾ ഓരോന്ന് പറയുന്നതാ. സാറത് കാര്യാക്കണ്ട. കാര്യമാക്കാതിരുന്നാൽ എങ്ങനെ? അതെനിക്ക് ക്ഷീണമല്ലേ? ഇയാളുടെ അമ്മ മനീഷിന് വേണ്ടി 10,000 രൂപ മുടക്കി എന്നുള്ളത് നേരാ. എന്റെ മേശപ്പുറത്ത് ആ പണം വെച്ചതും. പക്ഷേ അതെനിക്ക് വിഴുങ്ങാൻ വേണ്ടി ആയിരുന്നില്ല. സർക്കാർ നടത്തുന്ന അഗതി മന്ദിരത്തിനുള്ള സംഭാവനയായിട്ട് ആ പണം പോയിട്ടുണ്ട്. അതിന്റെ രസീതാണിത്. നോക്കാൻ. ഇതില് അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. അതെ, തന്റെ അച്ഛൻ സോമൻ പിള്ളയാണ് അഗതി മന്ദിരത്തിന് സംഭാവനയായി പണം കൊടുത്തിരിക്കുന്നത്. എല്ലാ പോലീസുകാരും കൈക്കൂലി വാങ്ങിച്ച് പോക്കറ്റിലിടുന്നവരല്ല. ആരോപണം പറയുമ്പോ അതും കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. മനീഷിനെ രക്ഷിക്കാൻ 10,000 രൂപ ചെലവാക്കാൻ തന്റെ അച്ഛനും അമ്മയും റെഡിയായിരുന്നു. എന്നാ പിന്നെ ആ പണം അനാഥർക്ക് ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത്രേ ഉള്ളൂ. അതിനെന്താ തെറ്റ്? ലൈലേ, ഈ മനീഷാണോ ജോലി നോക്കി പുറത്തുപോയെന്ന് പറഞ്ഞത്? അതോ വേറെ മനീഷുണ്ടോ? ഞാനിവിടെ ഉള്ള കാര്യം ഇവരറിഞ്ഞില്ല സാറേ. എന്നാ ഞാൻ അറിഞ്ഞു. ഞാനിപ്പോ വന്നത് വേറൊരു വിഷയമായിട്ടാ. വസ്തു ഇടപാടിന്റെ കാര്യമാ. അപ്പൊ എങ്ങനെയാ? സുമിത്രയുടെ അറിവോടെയാണോ വിൽപ്പന? എന്താ തമ്മി നോക്കുന്നത്? ആ 40 സെന്റിന്റെ കാര്യമാണ്. സത്യത്തിൽ ഇത് ആരുടെ പേരിലുള്ള സ്ഥലം? സാറേ, അത് ചോദ്യം മനീഷിനോടല്ല, സുമിത്ര പറ. ജംഗ്ഷൻ അപ്പുറത്ത് പനക്കിലെ വകയായിട്ടൊരു 40 സെന്റ് സ്ഥലമില്ലേ? അതിന്റെ കാര്യമാ. ആരുടെ പേരിലാ ആ വസ്തുവിന്റെ പ്രമാണം? ആക്ച്വലി ആ പ്രോപ്പർട്ടി നിന്നോടാ പറഞ്ഞത് മിണ്ടരുതെന്ന്. ഞാൻ ചോദിക്കും, അന്നേരം പറഞ്ഞാ മതി. സുമിത്ര പറ, ആരാണ് 40 സെന്റിന്റെ അവകാശി? അത് ശിവരാമേട്ടൻ നന്ദനയുടെ പേര് വാങ്ങിച്ചതാ. പ്രമാണം ഇപ്പോഴും അവളുടെ പേരില്ല. നിക്ക്. ഇനി നിനക്കെന്താ പറയാനുള്ളത്? അത് നന്ദേച്ചിക്കായിട്ട് പണ്ട് വാങ്ങിച്ചാണെങ്കിലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുള്ള ഭൂമിയാ. അതെങ്ങനെ? അച്ഛൻ നന്ദേച്ചിയെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാ മരിച്ചത്.
സ്ഥലം എനിക്ക് എഴുതി തരാൻ തീരുമാനിച്ചിരിക്കുക. ഈ മാസം രജിസ്ട്രേഷൻ നടക്കും. അല്ലേ അമ്മേ? കാര്യം എന്തായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല സാറേ. മനസ്സിലാക്കാലോ. മഹേഷേ, എടോ താനിങ് വന്നേ. മനീഷ് അനങ്ങരുത്. നീ ഇയാളെ അറിയോ? എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല. എവിടെ വെച്ചേട്ടാ? മഹേഷിന് ഈ പാർട്ടി അറിയാവോ? അറിയാം സർ. എങ്ങനെ അറിയും? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ അഡ്വാൻസ് വാങ്ങിയത് ഇയാളാ. ദൈവമേ, ഞാനോ? അമ്മേ, ഇതൊക്കെ വെറുതെ അമ്മേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മതി അഭ്യാസം. മഹേഷേ, പറഞ്ഞു കൊടുക്ക്. സാർ സൂചിപ്പിച്ച 40 സെന്റ് സ്ഥലം വിൽക്കാനാണെന്ന് മനീഷ് പറഞ്ഞു. 60 ലക്ഷം വിലയും പറഞ്ഞുറപ്പിച്ചു. ശനിയാഴ്ച അഡ്വാൻസ് കൊടുക്കാൻ ധാരണയായി. ടോക്കൺ അഡ്വാൻസായി 5000 രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു. മനീഷേ, അതായത് അമ്മേ, നന്ദേച്ചിക്ക് ആ സ്ഥലം വിൽക്കാൻ പ്ലാൻ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടുമെന്ന് നമ്മളായിട്ടൊന്ന് അറിഞ്ഞു വെക്കണമല്ലോ. ചേച്ചി കബളിപ്പിക്കപ്പെടരുതല്ലോ, അല്ലേ? അഡ്വാൻസ് വാങ്ങിയിട്ടാണോടാ സ്ഥലത്തിന്റെ വില അറിയുന്നത്? അയ്യോ എന്റെ പൊന്ന് സാറേ, അത് ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. അപ്പോഴേക്ക് ഈ ചേട്ടൻ 5000 രൂപ എടുത്ത് എന്റെ പോക്കറ്റിലോട്ട് വെച്ചു തന്നു. ഇപ്പൊ ശരിയാക്കി തരാം. അല്ലെങ്കിൽ വേണ്ട. എടിലേ, ഇങ്ങ് വാ. എന്താ മനുഷ്യട്ടാ? ആ പൈസ ഇങ്ങടുത്തെ. ഏത് പൈസ? ഓ എടി, ആ 5000 രൂപ നമുക്കെന്തിനാ ഈ പുള്ളിക്കാരന്റെ കാശ്? അതങ്ങ് കൊടുത്തേക്ക്. അതിന് ആ പൈസ മുഴുവൻ ചെലവാക്കിയില്ലേ? ചെലവാക്കിയെന്നോ? ആര്? നീ എന്തോന്നാടി പറയുന്നേ? ഡാടാ, അധികം വിളച്ചെടുക്കല്ലേ നീ. സുമിത്രേ, ഈ പറയുന്ന നന്ദനയ്ക്ക് ആ സ്ഥലം വിൽക്കാൻ പരിപാടിയുണ്ടോ? അറിഞ്ഞൂടെ സാറേ, നന്ദന അതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സാറേ, അത് സത്യോ? സാറെന്നെ ഒരു നിമിഷത്തേക്കൊന്ന് വിശ്വസിക്കണം. വിശ്വസിക്കോ? കൊഞ്ചാതെ വിവരം പറ. നന്ദേച്ചിക്ക് ആ സ്ഥലം വിൽക്കാൻ പ്ലാൻ ഉണ്ട്. അമ്മയെ അറിയിക്കാത്തത് അമ്മയ്ക്ക് വിഷമാവൂലെന്ന് ഓർത്താ. വസ്തു വിറ്റിട്ടെ ആ പൈസ അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് എന്നോട് പറഞ്ഞില്ല. നീ പറഞ്ഞത് സത്യമാണോ അതോ ഉടായിപ്പാണോ? ഒയ്യോ, സത്യമായിട്ട് ഉടായിപ്പല്ല സാറേ. ഉടായിപ്പ് എന്തെന്ന് എനിക്ക് അറിയ പോലും ഇല്ല. ഈ പറഞ്ഞ നന്ദന സ്ഥലം വിൽക്കുമെന്ന് ഉറപ്പാണ്? ഉറപ്പ്. ആ, ഇയാൾക്കറിയോ നന്ദനെ? ഇല്ല സാറേ. ചേച്ചി അത് വിൽക്കാൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞതാ സാറേ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമല്ല. എന്നാലും സത്യമാണെന്ന് അറിയട്ടെ. സാർ, അപ്പൊ എന്റെ അഡ്വാൻസ്? നിങ്ങൾ ആ സ്ഥലം വാങ്ങിക്കുന്നില്ലേ? അപ്പൊ അഡ്വാൻസിന്റെ കാര്യം ആലോചിക്കാം. വാങ്ങിക്കുന്ന കാര്യം എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം സാറേ. ശരിക്കും പണം മുടക്കുന്ന പാർട്ടിയോട് ചോദിക്കണം. ശരി, ആലോചിച്ചിട്ട് അറിയിക്ക്. വേണ്ടെങ്കിലോ മനീഷേ? പറയുന്ന ആ നിമിഷം ഞാൻ 5000 രൂപ ഈ ചേട്ടന്റെ പോക്കറ്റിൽ വച്ചിരിക്കും. ഉറപ്പാ. അത് പക്ഷേ അധികം ചർച്ചയൊന്നും വേണ്ട. നിങ്ങളും വേണ്ട പോലെ അന്വേഷിക്കാതെയാ ഇവന് പൈസ കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ധാരണയിൽ തൽക്കാലം പിരിയാം. മനീഷേ, നീ എനിക്ക് പണിയുണ്ടാക്കി വെക്കല്ലേ? അയ്യോ ഇല്ല സാറേ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. സാർ ധൈര്യം എടുപ്പിക്കോ. മനീഷ പറയുന്നേ. പൊയ്ക്കോ ചേട്ടനും, പൊയ്ക്കോ പൊയ്ക്കോ. നന്ദന എപ്പോഴും നിന്നോട് സ്ഥലം വിൽക്കാൻ പറഞ്ഞത്? അവൾക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ട് നീ അടങ്ങുമല്ലേ? നന്ദനയുടെ കാര്യമാണോ? സൽപ്പേര് സമ്പാദിച്ചോണ്ടിരിക്കല്ലേ അവിടെ. ഹരിപ്രസാദ് സ്ഥിരമായിട്ട് കാണാൻ ചെല്ലാറുണ്ട് നന്ദനെ. എന്തിനാ മനീഷട്ട വെറുതെ ഓരോന്ന് പറയുന്നത്? എടി വെറുതെ അല്ല. രാത്രി അവളെ അവനെയും വീടിന്റെ പരിസരത്ത് വെച്ച് പല പ്രാവശ്യം കണ്ടവരുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു? അരമന രഹസ്യങ്ങളാ. ഇപ്പത് അങ്ങാടി പാട്ടാ. ഉദയവർമ്മ അദ്ദേഹം കൈയോടെ പിടികൂടിട്ടെ എപ്പോഴാ നന്ദനെ വീട്ടിൽ നിറക്കി വിടുന്നറിയില്ല. മിക്കവാറും അവൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. സ്വീകരിക്കാൻ തയ്യാറായിട്ടിരുന്നോ? വാടി.